അഗ്നിയാൽ അഭിഷേകം, രക്തത്താൽ അഭിഷേകം, ആത്മാവിൻ അഭിഷേകം. ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധിക്കാം, നമുക്കാരാധിക്കാം, മാലാഖമാരൊന്നിച്ചാരാധിക്കാം. ആരാധിക്കാം, നമുക്കാരാധിക്കാം, മാലാഖമാരൊന്നിച്ചാരാധിക്കാം. ആരാധിക്കാം, നമുക്കാരാധിക്കാം, ആത്മാവിൻ ശക്തിയോടാരാധിക്കാം. ആരാധിക്കാം, നമുക്കാരാധിക്കാം, ആത്മാവിൻ ശക്തിയോടാരാധിക്കാം. ആരാധിക്കാം, നമുക്കാരാധിക്കാം, മാലാഖമാരൊന്നിച്ചാരാധിക്കാം. ആരാധിക്കാം, നമുക്കാരാധിക്കാം, മാലാഖമാരൊന്നിച്ചാരാധിക്കാം. ആരാധിക്കാം, നമുക്കാരാധിക്കാം, ആത്മാവിൻ ശക്തിയോടാരാധിക്കാം. ആരാധിക്കാം, നമുക്കാരാധിക്കാം, ആത്മാവിൻ ശക്തിയോടാരാധിക്കാം. ദാനിയേൽ സിംഹക്കുഴിയിൽ ആരാധിച്ചപ്പോ, അപ്പസ്തോലർ ജയിലറയിൽ ആരാധിച്ചപ്പോ, ദൈവജനം രക്തം ചിന്തി ആരാധിച്ചപ്പോ, കഷ്ടതയിൽ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നേ. ദാനിയേൽ സിംഹക്കുഴിയിൽ ആരാധിച്ചപ്പോ, അപ്പസ്തോലർ ജയിലറയിൽ ആരാധിച്ചപ്പോ, ദൈവജനം രക്തം ചിന്തി ആരാധിച്ചപ്പോ, കഷ്ടതയിൽ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നേ. ആരാധിക്കാം, നമുക്കാരാധിക്കാം, മാലാഖമാരൊന്നിച്ചാരാധിക്കാം. ആരാധിക്കാം, നമുക്കാരാധിക്കാം, ആത്മാവിൻ ശക്തിയോടാരാധിക്കാം. സഭവാളിൻ മുമ്പിൽ ധീരതയോടെ ഹല്ലേലൂയ ഗീതം പാടി ആരാധിച്ചപ്പോ, യേശുവിനായി ലോകത്തിൽ മരണം വന്നാലും ഹല്ലേലൂയ ഗീതം പാടി ആരാധിക്കുന്നേ. ആദ്യ സഭവാളിൻ മുമ്പിൽ ധീരതയോടെ ഹല്ലേലൂയ ഗീതം പാടി ആരാധിച്ചപ്പോ, യേശുവിനായി ലോകത്തിൽ മരണം വന്നാലും ഹല്ലേലൂയ ഗീതം പാടി ആരാധിക്കുന്നേ. ആരാധിക്കാം, നമുക്കാരാധിക്കാം, മാലാഖമാരൊന്നിച്ചാരാധിക്കാം. ആരാധിക്കാം, നമുക്കാരാധിക്കാം, ആത്മാവിൻ ശക്തിയോടാരാധിക്കാം. ജീവിതത്തിൽ വേദനകൾ ഏറിടുമ്പോ, കഷ്ടനഷ്ട പീഡനങ്ങൾ ഏറിടുമ്പോ, പീഡിതർക്കാ രാജ്യം നൽകും സ്വർഗനാഥനെ നന്ദി ചൊല്ലി പാടി വാഴ്ത്തിടാം. ജീവിതത്തിൽ വേദനകൾ ഏറിടുമ്പോ, കഷ്ടനഷ്ട പീഡനങ്ങൾ ഏറിടുമ്പോ, പീഡിതർക്കാ രാജ്യം നൽകും സ്വർഗനാഥനെ നന്ദി ചൊല്ലി പാടി വാഴ്ത്തിടാം. ആരാധിക്കാം, നമുക്കാരാധിക്കാം, മാലാഖമാരൊന്നിച്ചാരാധിക്കാം. ആരാധിക്കാം, നമുക്കാരാധിക്കാം, ആത്മാവിൻ ശക്തിയോടാരാധിക്കാം. ആരാധിക്കാം, നമുക്കാരാധിക്കാം, മാലാഖമാരൊന്നിച്ചാരാധിക്കാം. ആരാധിക്കാം, നമുക്കാരാധിക്കാം, ആത്മാവിൻ ശക്തിയോടാരാധിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ
ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. യേശുവേ അങ്ങേക്ക് ആരാധന ആരാധന ആരാധന. ഈശോയുടെ വലിയ സർവ്വസ്തുതികൾക്കും യോഗ്യനായവനെ ഈശോയുടെ വലിയ അഭിഷേകം ഈ മണിക്കൂറിൽ പരിശുദ്ധാത്മാവേ കടന്നു വരണമേ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. വലിയ ആത്മീയ ചൈതന്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഈശോയുടെ വലിയ ആത്മീയ ചൈതന്യം ആരാധന വചനശക്തി വരെ വലിയ ആഗ്രഹത്തോടെ ദാഹത്തോടെ പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഉള്ളിന്റെ ഉള്ളിൽ നിറഞ്ഞ ഭക്തിയോടെ തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കട്ടെ. യേശുവേ സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ആരാധന 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 ആരാധന. ജീവിതത്തിൽ വേദനകളേറിടുമ്പോ കഷ്ടനഷ്ട പീഡനങ്ങൾ ഏറിടുമ്പോ ജീവിതത്തിൽ സ്നേഹം നൽകും സ്വർഗനാഥനെ നന്ദി ചൊല്ലി ആരാധിച്ചിടാ. ഇരുകരങ്ങളും നെഞ്ചോട് ചേർത്ത് വെച്ച് വലിയ ആത്മീയ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ മണിക്കൂറിൽ ഈശോ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. ഈ മണിക്കൂറിൽ ഈശോ ലോകത്തിൻ്റെ നാഥനായി സർവചരാചരങ്ങളെയും അനുഗ്രഹിച്ച് പരിശുദ്ധാത്മാവിനെ നൽകുന്നു. ഈ മണിക്കൂറിൽ എല്ലാ വചനോത്സവ പ്രേക്ഷിതരോടും ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം. ഈശോയെ അഭിഷേകം ചൊരിയണമേ. എൻ്റെ എല്ലാ അസ്വസ്ഥതകളും, രോഗത്തിൻ്റെ, എൻ്റെ ബലഹീനതയുടെ, എൻ്റെ മാനസിക ക്ലേശങ്ങളുടെ, ശാരീരിക അസ്വാസ്ഥ്യങ്ങളുടെ എല്ലാ ഭാരവും ഈ നിമിഷം ഈശോയെ ഞാൻ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. നമുക്ക് സ്വസ്ഥമാകാം, ശാന്തമാകാം. വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ശാന്തമാവുക, ഞാൻ ദൈവമാണെന്നറിയുക. ശാന്തതയുണ്ടാകട്ടെ. നീ ഈ മണിക്കൂർ വരെ ഒത്തിരിയേറെ അസ്വസ്ഥതയിലും ക്ലേശത്തിലും മനോദുഃഖത്തിലുമായിരുന്നിരിക്കാം. പക്ഷേ ഈശോ നിന്നിൽ നിന്നും ആഗ്രഹിക്കുന്നത് നിന്റെ സന്തോഷവും സമാധാനവുമാണ്. ഈശോയിലേക്ക് നോക്കാം. കണ്ണു തുറന്ന് ഈശോയിലേക്ക് മാത്രം നോക്കുക. ജീവിതത്തിൻ്റെ എല്ലാ അത്ഭുതങ്ങളും എനിക്ക് സാധ്യമാക്കി തരുവാൻ സർവശക്തനായ ഈശോ ഇന്ന് ഈ നിമിഷം ഈ മണിക്കൂറിൽ എൻ്റെ ഭവനത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു. വലിയ ദാഹത്തോടെ നോക്കട്ടെ, വലിയ സന്തോഷത്തോടെ നോക്കട്ടെ, വലിയ ഉത്സാഹത്തോടെ നോക്കട്ടെ. ഈശോയെ, നീ എന്തുമാത്രം എന്നെ സ്നേഹിക്കുന്നവനാണ്. ഈശോയെ, നീ എന്തുമാത്രം അത്ഭുതം കാണിക്കുവാൻ ശക്തിയുള്ളവനാണ്.
ആ ഈശോയിലേക്ക് മാത്രം നോക്കുക. നിന്റെ ആകുലതകളും അസ്വസ്ഥതകളും എല്ലാം ഈ നിമിഷം നീങ്ങിപ്പോകട്ടെ. പരിശുദ്ധാത്മ ശക്തി നിറയട്ടെ, ആത്മീയ ചൈതന്യം നിറയട്ടെ, വചനാഭിഷേകം നിറയട്ടെ. ഈ മണിക്കൂറിൽ വചനം കൊണ്ട് നിറയുവാൻ, വചനത്തിന്റെ അഭിഷേകം ഉണ്ടാകുവാൻ ഇരുകരങ്ങളും നെഞ്ചോട് ചേർത്ത് വെച്ച് വലിയ ദാഹത്തോടെ പ്രാർത്ഥിക്കട്ടെ. മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 28 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചു കേൾക്കുക. നിങ്ങൾക്ക് എന്തു തോന്നുന്നു? ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. അവൻ ഒന്നാമന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, മകനെ, പോയി ഇന്ന് മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്യുക. ഞാൻ പോകാം എന്നവൻ പറഞ്ഞു, എങ്കിലും പോയില്ല. അവൻ രണ്ടാമന്റെ അടുത്ത് ചെന്ന് ഇത് തന്നെ പറഞ്ഞു. അവനാകട്ടെ, എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞു. എങ്കിലും പിന്നീട് പശ്ചാത്തപിച്ച് അവൻ പോയി. ഈ 2 പേരിൽ ആരാണ് പിതാവിന്റെ ഇഷ്ടം നിറവേറ്റിയത്? അവർ പറഞ്ഞു, രണ്ടാമൻ. യേശു പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ചുങ്കക്കാരും വേശ്യകളുമായിരിക്കും നിങ്ങൾക്ക് മുൻപേ സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കുക. എന്തെന്നാൽ യോഹന്നാൻ നീതിയുടെ മാർഗത്തിലൂടെ നിങ്ങളെ സമീപിച്ചു, നിങ്ങൾ അവനിൽ വിശ്വസിച്ചില്ല. എന്നാൽ ചുങ്കക്കാരും വേശ്യകളും അവനിൽ വിശ്വസിച്ചു. നിങ്ങൾ അത് കണ്ടിട്ടും അവനിൽ വിശ്വസിക്കാത്ത വിധം അനുതപിച്ചില്ല. പ്രിയമുള്ളവരെ, ഈ മണിക്കൂറിൽ ഈശോ നമുക്ക് നൽകുന്ന വലിയ സന്ദേശം ഇതാണ്. 2 പുത്രന്മാരുടെ ഉപമ പറഞ്ഞ് ഈശോ വചനമായി ഈ മണിക്കൂറിലേക്ക് കടന്നു വരിക. പിതാവിന്റെ മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്യാൻ വിളിക്കപ്പെട്ടവരാണ് മക്കൾ എന്ന വലിയ ബോധ്യത്തിൽ നമുക്ക് ഉറച്ചു നിൽക്കാം. കാരണം ഈ മണിക്കൂറിൽ ഈശോ എന്നോട് ആവശ്യപ്പെട്ടതും ഇതുതന്നെയാണ്. പിതാവിന്റെ മുന്തിരിത്തോട്ടത്തിൽ യാതൊരുവിധ മടിയും കൂടാതെ ഉത്സാഹത്തോടെ ജോലി ചെയ്യാൻ വിളിക്കപ്പെട്ട പുത്രനും പുത്രിയുമാണല്ലോ ഞാൻ. എന്നെങ്കിലും ഈശോയുടെ ഇഷ്ടത്തിന് വിരുദ്ധമായി ഞാൻ ചിന്തിച്ചിട്ടുണ്ടോ? എന്നെങ്കിലും ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്തു കൂട്ടുവാൻ ഞാൻ വ്യഗ്രത കാണിച്ചിട്ടുണ്ടോ? എങ്കിൽ ഈ നിമിഷം ഞാൻ എൻ്റെ തമ്പുരാന്റെ മുൻപിൽ ഇരുന്ന് തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ, എനിക്ക് തെറ്റുപറ്റി. വചനത്തിൽ അങ്ങ് ഇപ്രകാരം അരുൾ ചെയ്തല്ലോ, ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്, എന്നിൽ ചരിക്കുന്നവൻ അന്ധകാരത്തിൽ പ്രവേശിക്കുകയില്ല. ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്. ഈശോയെ, അങ്ങയുടെ പ്രകാശം കാണാതെ, അങ്ങയുടെ വെളിച്ചം മനസ്സിലാക്കാതെ ഞാൻ എൻ്റെ ജീവിതത്തിൽ യാത്ര ചെയ്തപ്പോൾ വഴിതെറ്റിപ്പോയല്ലോ. ദൈവസന്നിധിയിൽ ഈശോ നൽകുന്ന എല്ലാ സന്ദേശവും വചനമായി നമുക്ക് സ്വീകരിക്കാം.
പരിശുദ്ധാത്മാവ് നിറയുന്ന മണിക്കൂറുകളാണിത്. ഞാനിപ്പോൾ ആർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ ആ വ്യക്തിയും പരിശുദ്ധാത്മാവിനാൽ നിറയുന്ന മണിക്കൂർ. വലിയ ഉത്സാഹത്തോടെ പ്രാർത്ഥിക്കട്ടെ. ഈശോനാമം എൻ്റെ ഹൃദയത്തിൻ്റെ അന്തരാത്മാവിൽ ഉയർന്നു നിൽക്കട്ടെ. ഈ വചനം ഞാൻ ധ്യാനിക്കുമ്പോൾ വചനത്തിൻ്റെ പൂർണ്ണത എന്നിൽ നിറവേറുവാൻ ഈശോയെ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് എന്നെ ശക്തിപ്പെടുത്തണമേ. ഈ പ്രാർത്ഥനയായിരിക്കട്ടെ നമ്മുടെ ഹൃദയം മുഴുവൻ. നമുക്ക് നമ്മുടെ ഇരുകരവും നെഞ്ചോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം. ഈശോ അത്ഭുതമായി വരമഴയായി പരിശുദ്ധാത്മാവിനെ നൽകുന്ന മണിക്കൂറിൽ നാം വചനം ധ്യാനിക്കുകയാണ്. മൂത്തപുത്രൻ അവൻ പറഞ്ഞു, ഞാൻ പോകാം, അങ്ങയുടെ മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്യാൻ ഞാൻ പോകാം. പക്ഷേ അവൻ പോയില്ല. കാപട്യത്തിന്റെയും ദുഷ്ടതയുടെയും അനീതിയുടെയും അസ്വസ്ഥതയുടെയും ചിന്തകൾ പേറി ജീവിക്കുന്ന മനുഷ്യാത്മക്കൾ. പിതാവിന് എന്തുമാത്രം വേദനയുണ്ടായിട്ടുണ്ടാകാം. പക്ഷേ വേറൊരുവൻ പറഞ്ഞു, പിതാവേ ഞാൻ പോകില്ല. അവനും ആദ്യ ദൃഷ്ടിയിൽ പ്രഥമ ദൃഷ്ടിയാൽ ദുഷ്സാക്ഷിക്കാരനും സ്വന്തം ഇച്ഛകൾ മാത്രം ആഗ്രഹിച്ച് ജീവിക്കുന്നവനുമായിരുന്നു. പിന്നീട് അവൻ അനുതപിച്ചു. പ്രിയമുള്ള ദൈവജനമേ, ഈ മണിക്കൂറിൽ ഈശോ നൽകുന്ന വലിയ സന്ദേശം ഇതാണ്. ഇന്നു ഞാൻ നിന്നോട് ആവശ്യപ്പെട്ട കാര്യം അതു ഇന്നു തന്നെ ചെയ്യുവാൻ നീ കടപ്പെട്ടിരിക്കുന്നു. ഇന്നു ചെയ്യേണ്ട നന്മ ഇന്നു ചെയ്യാതെ പിന്നീട് ഒരിക്കലേക്ക് മാറ്റിവെക്കുമ്പോൾ ആ നന്മയുടെ തീക്ഷ്ണതയും നന്മയുടെ അന്തസത്തയും മാന്യം ഭവിച്ചു പോകുന്നു എന്ന് മനുഷ്യ നീ മനസ്സിലാക്കിക്കൊള്ളുക. പിതാവ് ആജ്ഞയായിട്ട മക്കളോട് പറഞ്ഞത്, നീ പോകണം, ഇന്ന് നീ മുന്തിരിത്തോട്ടത്തിലേക്ക് പോകണം. പക്ഷേ മക്കൾ ആ ആജ്ഞയെ സ്വീകരിച്ചില്ല. ഒരു സത്യം തിരിച്ചറിയണം. പിതാവ് ഒരിക്കൽ പോലും മക്കളുടെ പുറകെ ആവർത്തിച്ച് അവരെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ട് മുന്തിരിത്തോട്ടത്തിലേക്ക് ജോലി ചെയ്യുവാൻ ആരെയും അയച്ചില്ല. കാരണം നമ്മുടെ പിതാവ് സ്നേഹം തന്നെയാണ്, സ്വാതന്ത്ര്യം നൽകുന്ന പിതാവ്, മക്കൾക്ക് സ്വാതന്ത്ര്യം നൽകുന്ന സ്നേഹനിധിയായ പിതാവ്. ഒരു തവണ മാത്രമേ മുന്തിരിത്തോട്ടത്തിലേക്ക് പോകാൻ ആജ്ഞാപിച്ചുള്ളൂ. അതും ഇന്നു തന്നെയാ പോകാൻ ആജ്ഞാപിച്ചത്. ഇന്ന് ഇതാ സകല ജനതയ്ക്കും വേണ്ടി പുതിയ ഒരു സദ്വാർത്ത. ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ പിറന്നിരിക്കുന്നു. ഇന്നിന് വലിയ പ്രാധാന്യമുണ്ട്. ഇന്നിന്റെ ആത്മീയതയിലേക്കാണ് ഈശോ നമ്മളെ ക്ഷണിക്കുന്നത്. ഇന്നിന്റെ പ്രാർത്ഥനാ ജീവിതത്തിലേക്കാണ് ഈശോ നമ്മളെ ക്ഷണിക്കുന്നത്.
പ്രഭാഷകന്റെ പുസ്തകത്തിൽ വചനം ഇപ്രകാരം ഓർമ്മിപ്പിക്കുന്നുണ്ട്: കർത്താവിങ്കിലേക്ക് തിരിയുവിൻ, നാളെ നാളെ എന്ന് പറഞ്ഞ് നീട്ടിവെക്കരുത്. കർത്താവിങ്കിലേക്ക് തിരിയുവിൻ, നാളെ നാളെ എന്ന് പറഞ്ഞ് നീട്ടിവെക്കരുത്. ഇന്നിന്റെ ആത്മീയത പഠിപ്പിക്കുന്ന എന്റെ തമ്പുരാൻ ഇന്ന് ചെയ്യേണ്ടത് ഇന്ന് തന്നെ ചെയ്യണം. മുന്തിരിത്തോട്ടത്തിൽ പിതാവിന് വേണ്ടി, പിതാവിന്റെ സന്തോഷത്തിന് വേണ്ടി ജോലി ചെയ്യുവാൻ കടപ്പെട്ട മക്കൾ ഇന്ന് പോയില്ല എങ്കിൽ സംഭവിക്കുന്നത് ഫലം ശൂന്യമായി പോകുന്നു, ഫലമില്ലാതെ പോകുന്നു. നിന്റെ ജീവിതത്തിൽ നീ സ്വർഗം ആഗ്രഹിച്ച് വലിയ ഫലത്തിനു വേണ്ടി പ്രാർത്ഥിച്ച് ജീവിക്കുന്ന മകനും മകളുമാണെങ്കിൽ തിരിച്ചറിയുക, ഇന്ന് നിന്നെ തന്നെ പൂർണ്ണമായും ഈശോയ്ക്ക് സമർപ്പിക്കുവാനും ഇന്ന് ദൈവം നിന്നിൽ നിന്നും ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുവാനും സന്നദ്ധനാവുക, സന്നദ്ധയാവുക. ഈശോയുടെ തിരുസന്നിധിയിലേക്ക് ഈ ചിന്തയോട് ചേർന്ന് നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളെ സമർപ്പിക്കാം. ഇരുകരങ്ങളും നെഞ്ചോട് ചേരട്ടെ, ഇരുകരങ്ങളും നെഞ്ചോട് ചേരട്ടെ. ആത്മാവിൽ ഈശോ എന്നിൽ നൽകിയ എല്ലാ ബോധ്യങ്ങളും പിതാവിന്റെ മുന്തിരിത്തോട്ടത്തിൽ വേലയ്ക്കായി വിളിക്കപ്പെട്ട ഞാൻ, പിതാവിന്റെ മുന്തിരിത്തോട്ടത്തിൽ അക്ഷീണം പ്രവർത്തിക്കുവാൻ വിളിക്കപ്പെട്ട ഞാൻ, ഈശോയെ അങ്ങയുടെ ഈ തിരുമണിക്കൂറിൽ അങ്ങയുടെ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ പോരായ്മകളെയും സമർപ്പിക്കുന്നു. ഇന്നലെ വരെ ഞാൻ എൻ്റെ ഇഷ്ടങ്ങൾ അനുസരിച്ചാണ് ജീവിച്ചത്. ഇന്നലെ വരെ എൻ്റെ തീരുമാനങ്ങളായിരുന്നു. ഇന്നലെ വരെ എൻ്റെ ചിന്തകളായിരുന്നു. ഇന്ന് ഞാൻ അങ്ങയുടെ ചിന്തകളും തീരുമാനങ്ങളും വചനത്തിലൂടെ സ്വീകരിച്ച് എന്നെ തന്നെ പൂർണ്ണമായും മാറ്റിയെടുക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ പരിശുദ്ധാത്മശക്തിയായി എന്നിലേക്ക് കടന്നു വരട്ടെ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നിന്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും സമർപ്പിക്കട്ടെ. നിന്റെ കുടുംബത്തിന്റെ, നിന്റെ രോഗത്തിന്റെ, നിന്റെ അയൽവക്കക്കാരുടെ, നിന്റെ കുടുംബത്തിന്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും സമർപ്പിക്കുക. ഈശോയ്ക്ക് നിന്റെ ജീവിതത്തിൽ അത്ഭുതം ചൊരിയാൻ നിമിഷങ്ങൾ മാത്രം മതി. വിശ്വസിക്കുക. വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കും. വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കും. വിശ്വസിക്കട്ടെ. ഒരിക്കൽ കൂടി നമ്മൾ എവിടെയാണോ ആയിരിക്കുന്നത് അവിടെ സാധിക്കുന്നവരെല്ലാം മുട്ടിൽമേ നിൽക്കട്ടെ. സാധിക്കുന്നവരെല്ലാം മുട്ടിൽമേ നിൽക്കട്ടെ. പരിശുദ്ധാത്മ അഭിഷേകം ചൊരിഞ്ഞ് ഈശോ നിന്നെ അനുഗ്രഹിക്കാൻ പോവുകയാണ്. പരിശുദ്ധാത്മാഭിഷേകം ചൊരിഞ്ഞ് ഈശോ നിന്നെ അനുഗ്രഹിക്കാൻ പോകുന്ന നിമിഷങ്ങൾ. നിന്റെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഈശോ ഏറ്റെടുക്കുന്നു. നിന്റെ ആഗ്രഹങ്ങൾ ഈശോ ഏറ്റെടുക്കുന്നു. നിന്റെ മനസ്സിൽ ഈശോ മന്ത്രണം ഉരുവിരട്ടെ. ഈശോ നാമം നീ ഉരുവിട്ടുകൊണ്ട് ഈശോയുടെ വലിയ അഭിഷേകത്തിനു വേണ്ടി, വലിയ അനുഗ്രഹത്തിനു വേണ്ടി ആഗ്രഹിച്ച് പാടി പ്രാർത്ഥിക്കുന്നു. എന്റെ ഇഷ്ടങ്ങൾ ഒന്നുമേ വേണ്ട എൻ യേശുവേ, നിന്റെ ഹിതത്തിൻ നട
നടുവിൽ ഞാൻ പ്രശോഭിക്കട്ടെ. എൻ്റെ ഇഷ്ടങ്ങൾ ഒന്നുമേ വേണ്ട യേശുവേ, നിന്റെ ഹിതത്തിൻ നടുവിൽ ഞാൻ പ്രശോഭിക്കട്ടെ. ആദ്യനും അന്ത്യനും നീ മാത്രമേ യേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. ആദ്യനും അന്ത്യനും നീ മാത്രമേ യേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അഗ്നിയാലഭിഷേകം, രക്തത്താലഭിഷേകം,